ഇന്നത്തെ കഥയുടെ പേരാണ് ധൈര്യത്തിൻ്റെ വിത്ത്, അതായത് വിജയത്തിലേക്കുള്ള പാത. ഒരു മനോഹരമായ തോട്ടത്തിലെ ഫലഭൂഷ്ടമായ മണ്ണിൽ 2 വിത്തുകൾ അടുത്തടുത്തായി കിടപ്പുണ്ടായിരുന്നു. വരാൻ പോകുന്ന വസന്തകാലത്തെയും തങ്ങളെ കാത്തിരിക്കുന്ന ജീവിതത്തെയും കുറിച്ച് അവ എപ്പോഴും സംസാരിക്കാമായിരുന്നു. ഒരേ മണ്ണും ഒരേ വെള്ളവും ലഭിച്ചിട്ടും അവ ഇരുവർക്കും ജീവിതത്തെക്കുറിച്ച് 2 വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ മഴക്കാലത്തിൻ്റെ ആദ്യ തുള്ളികൾ മണ്ണിൽ പതിച്ചപ്പോൾ ഒന്നാമത്തെ വിത്ത് ആവേശഭരിതനായി. അത് പറഞ്ഞു, എനിക്ക് വളരണം. എൻ്റെ വേരുകൾ ഈ മണ്ണിനടിയിലേക്ക് ആഴ്ന്നിറങ്ങി ബലം സംഭരിക്കണം. മുകളിലെ കട്ടിയുള്ള മണ്ണ് തുളച്ചു മാറ്റി എനിക്ക് സൂര്യപ്രകാശത്തിലേക്ക് വളരണം. വസന്തത്തിൻ്റെ കുളിർമയും മഞ്ഞുതുള്ളികളുടെ സ്പർശനവും എനിക്ക് അനുഭവിക്കണം. ഇതായിരുന്നു ഒന്നാമത്തെ വിത്തിൻ്റെ ആഗ്രഹവും സ്വപ്നവും. എന്നാൽ രണ്ടാമത്തെ വിത്ത് ഭയത്തോടെ പുറകോട്ട് വലിഞ്ഞു. രണ്ടാമത്തെ വിത്ത് ചിന്തിച്ചു, എനിക്ക് മുകളിലേക്ക് പോകാൻ ഭയമാണ്. മണ്ണിലെ കല്ലുകൾ എന്നെ വേദനിപ്പിച്ചാലോ? ഇനി കഷ്ടപ്പെട്ട് മുകളിൽ എത്തിയാൽ തന്നെ ഏതെങ്കിലും പുഴുക്കൾ വന്ന് എൻ്റെ ഇലകൾ തിന്നു കളഞ്ഞാലോ? അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ചവിട്ടി അരച്ചാലോ? ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് രണ്ടാമത്തെ വിത്ത് വിചാരിച്ചു, അതുകൊണ്ട് തൽക്കാലം ഈ ഇരുണ്ട മണ്ണിനടിയിൽ സുരക്ഷിതമായി ഒളിച്ചിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഒന്നാമത്തെ വിത്ത് തൻ്റെ ഭയത്തെയെല്ലാം മാറ്റിവെച്ച് ധൈര്യത്തോടെ മുകളിലേക്ക് വളരാൻ തുടങ്ങി. മണ്ണിലെ കല്ലുകളെയും കാഠിന്യത്തെയും വകഞ്ഞു മാറ്റി അത് പച്ചപ്പുള്ള ഒരു ചെറിയ ചെടിയായി മുകളിലേക്ക് തല ഉയർത്തി വളരാൻ തുടങ്ങി. സൂര്യൻ്റെ വെളിച്ചവും കാറ്റിൻ്റെ തലോടലും ഏറ്റുവാങ്ങി അത് സന്തോഷത്തോടെ വളർന്നുകൊണ്ടിരുന്നു. എന്നാൽ രണ്ടാമത്തെ വിത്ത് മാറ്റങ്ങളെയെല്ലാം ഭയന്ന് മണ്ണിൽ തന്നെ ഒതുങ്ങിക്കൂടി കിടന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഒരു കോഴി ആഹാരം തിരഞ്ഞ് ആ തോട്ടത്തിലെത്തി. അത് മണ്ണ് കിളച്ച് മറിക്കുന്നതിനിടയിൽ വളരാൻ ശ്രമിക്കാതെ ഒളിച്ചിരുന്ന ആ രണ്ടാമത്തെ മടിയനായ വിത്തിനെ കണ്ടുപിടിച്ചു. യാതൊരു മാറ്റവുമില്ലാതെ മണ്ണിൽ കിടന്നിരുന്ന ആ വിത്തിനെ കോഴി ഒറ്റക്കൊത്തിന് വിഴുങ്ങി. സുരക്ഷിതമായിരിക്കാൻ ശ്രമിച്ച ആ വിത്ത് അങ്ങനെ ഇല്ലാണ്ടായി. എന്നാലോ ധൈര്യത്തോടെ വളർന്ന ഒന്നാമത്തെ വിത്ത് അപ്പോഴേക്കും വലിയൊരു ചെടിയായി മാറിക്കഴിഞ്ഞിരുന്നു. അതിനെ നശിപ്പിക്കാൻ ആ കോഴിക്ക് സാധിക്കുമായിരുന്നില്ല. കൂട്ടുകാർക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ കഥയിലെ ഒന്നാമത്തെ വിത്തിനെ പോലെ ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം. ആദ്യം പ്രയാസങ്ങളുണ്ടായെങ്കിലും അവയെല്ലാം പിന്നീട് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം കാണാം.